സല്യൂട്ട് സജ്ജനങ്ങളെ. സംഭവിച്ച ആ ദിവസം മുതൽ ഇന്ന് വരെ ഏകദേശം 20 വർഷത്തോളം വലിയ വിവാദമായി നിന്നിരുന്ന ഒരു കേസാണ് സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണം. 2002 ജൂലൈ 1-ാം തീയതി രാവിലെ ആലുവയിലുള്ള അദ്വൈത ആശ്രമത്തിൻ്റെ പുഴത്തീരത്ത് കുളിക്കാനിറങ്ങിയ അദ്ദേഹം ആലുവ പുഴയിൽ മുങ്ങി മരിച്ചു. അതായിരുന്നു കേസ്. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത്. അന്വേഷണത്തിൽ അത് എങ്ങനെയുള്ള മുങ്ങിമരണമാണ് എന്നാണ് മനസ്സിലായത്. 174 CRPC എന്ന സെക്ഷൻ ഇട്ടിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വാമി ശാശ്വതീകാനന്ദ അന്ന് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് ബഹുമാനിക്കപ്പെട്ട ഒരു ആത്മീയ നേതാവ്, എല്ലാ തലത്തിലുമുള്ള ഒരു സ്വാധീന ശക്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ ചെറിയ പ്രായത്തിൽ 31-ാം വയസ്സിൽ വർക്കലയിലുള്ള ശിവഗിരി മഠത്തിൻ്റെ ട്രസ്റ്റ് പ്രസിഡൻ്റായി വരികയും അതിനുശേഷം ഏറെക്കാലം ഇടയ്ക്കിടെ ഇടവിട്ട് ആ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ട് വളരെ മുന്നിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു ആത്മീയ നേതാവ് എന്നതിലുപരിയായി വളരെയധികം രാഷ്ട്രീയമായ ഒരു സ്വാധീനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലിയ പണക്കാരായിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റുകളും വ്യവസായികളും ഒക്കെ ആയിട്ടുള്ള നല്ല സൗഹൃദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ഈഴവൻ എന്നുള്ള നിലയ്ക്ക് സാമ്പത്തികമായി ഉയരണം എന്നുള്ള ഒരു ആശയം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നതുകൊണ്ട് അതിനുള്ള പ്രോത്സാഹനം നൽകി. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമായും വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നതായിട്ടുമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരുപാട് സ്വാധീനവും ഒരുപാട് അധികാരവും ഒക്കെ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായി ശത്രുക്കളും കൂടുമല്ലോ. അപ്പോൾ പഴയ സുഹൃത്തുക്കളായിരുന്നവർ പിന്നീട് ശത്രുക്കളായി എന്നുള്ള കഥകൾ പടർന്നു. ശത്രുക്കൾ പിന്നീട് കുറച്ചും കൂടെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറാൻ തുടങ്ങിയെന്നും പിന്നെ പല പല കഥകൾ ഇങ്ങനെ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം വളരെയധികം കഥകളാണ് ഉയർന്നു വന്നത്. എന്തായാലും ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മരണം മുങ്ങിമരണം തന്നെ ആയിരുന്നു എന്നാണ് തെളിഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ വയറിലും ശ്വാസകോശത്തിലും ലങ്സിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിൻ്റെ ഡയറ്റും ടെസ്റ്റ് നടത്തിയപ്പോൾ അത് ആ പുഴയിലെ വെള്ളം തന്നെയാണെന്ന് മനസ്സിലായി. മൃതശരീരത്തിൻ്റെ തലയ്ക്ക് പുറകിലായിട്ട് വളരെ ആഴത്തിനുള്ള ഒരു മുറിവ് കാണപ്പെട്ടിരുന്നു. ഫയർഫോഴ്സ് വന്ന് മൃതദേഹം കരയ്ക്ക് അടുപ്പിക്കുമ്പോഴും ഈ മുറിവിൽ നിന്ന് ഇങ്ങനെ രക്തം വമിച്ചുകൊണ്ടിരുന്നത് വലിയ സംശയത്തിന് ഇടവന്നിരുന്നു. ആ രക്തം അവിടെ കൽപ്പടവുകളിലൊക്കെ ഇങ്ങനെ വീണ ഒരു കറ പോലെ അവിടെ കിടന്നിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും മറ്റ് ഡോക്ടർമാരും ഒക്കെ പറഞ്ഞത് ആക്സിഡൻ്റായിട്ട് മരിക്കുമ്പോൾ തെന്നുമല്ലോ, നമ്മൾ കൽപ്പടവുകൾ ഇറങ്ങിപ്പോകുമ്പോൾ ചിലപ്പോൾ പായിൽ കിടക്കുന്ന കാണുമ്പോൾ തെന്നിപ്പോയി കഴിഞ്ഞാൽ തല പുറകിൽ വന്ന് ശക്തിയായിട്ട് ഇടിക്കാം, അങ്ങനെ ഇടിച്ചിട്ട് വീണതായിരിക്കാം എന്ന്, അങ്ങനെ മുറിഞ്ഞതായിരിക്കാം എന്ന ഒരു അനുമാനത്തിലെത്തുകയായിരുന്നു. പക്ഷേ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ തല തട്ടിയാൽ മാത്രമേ അങ്ങനെ മുറിയുകയുള്ളൂ. കാരണം വെറുതെ കൽപ്പടവിൽ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള ഡീപ്പ് മുറിവ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊരു മറു അഭിപ്രായവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ കേസ് കുറച്ച് നാൾക്ക് ശേഷം ക്രൈംബ്രാഞ്ചിന് വിടുകയും ഞാൻ ക്രൈംബ്രാഞ്ച് IG ആയി 2009 വരുമ്പോൾ ഈ കേസും എൻ്റെ അന്വേഷണ പരിധിയിൽ വന്നിരുന്ന ഒന്നായിരുന്നു. വളരെ വിവാദമായ ഒരു കേസ് എന്ന നിലയിൽ ഞാനത് എടുത്തു വെച്ച് പഠിക്കുകയും അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കൂലംകഷമായി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നതായിട്ട് നല്ല ഓർമ്മയുണ്ട്. ഇതിൻ്റെ പലരെയും ഞാൻ ചോദ്യം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെയും പിന്നെ അതിൻ്റെ സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന വ്യക്തി, ആശ്രമത്തിലുണ്ടായിരുന്ന ആൾക്കാർ. ഞാൻ അവിടെ കുളക്കടവിൽ പോയി അവിടെ പോയി കാണുകയും ആ പടിയിൽ കുറേ നേരം ഇരുന്ന് വെള്ളത്തിൽ നോക്കി അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്തതും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ വേറൊരു രീതിയിലും ഒരു തെളിവ് നമുക്ക് കിട്ടിയിരുന്നില്ല. ഇതിനകത്ത് ഒരു കൊലപാതകമോ അല്ലെങ്കിൽ മറ്റൊരു ശക്തി ഇടപെട്ട് അദ്ദേഹത്തെ ഇങ്ങനൊരു അപകടം ഉണ്ടായതാണ് എന്നുള്ളതോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് തൊട്ടേ കേട്ടിരുന്ന ഒരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പ്രവീൺ വധക്കേസ് എന്നൊരു കേസിൻ്റെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. ആ പ്രവീൺ വധക്കേസിൽ പ്രതിയായിരുന്ന ഷാജി എന്ന് പറയുന്ന DYSP 3 ഗുണ്ടകളെ ഉപയോഗിച്ചാണ് പ്രവീണിൻ്റെ ശരീരം മുറിച്ചു മാറ്റിയത്. അതിലൊരു ഗുണ്ട എന്ന് പറയുന്ന പ്രിയൻ കുറേ നാൾ ഒളിവിലൊക്കെ പോയിട്ടാണ് അറസ്റ്റിലായത്. അപ്പോൾ ആ പ്രിയൻ അതിന് മുമ്പ് തന്നെ ഗുണ്ടാപ്പണി ചെയ്തിരുന്നു എന്നുള്ളത് ക്ലിയർ ആയിരുന്നു. അപ്പോൾ പ്രിയൻ എന്ന ഗുണ്ടയെ ഉപയോഗിച്ചു കൊണ്ടാണ് ഈ കൊലപാതകം, ശാശ്വതീകാനന്ദ സ്വാമിയുടെ കൊലപാതകം നടത്തിയത് എന്നൊരു വാദം അന്ന് പലരും ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ചില സ്വാമിയുടെ അടുത്ത സുഹൃത്തുക്കളും അടുത്ത വൃത്തങ്ങളും ഒക്കെ. അപ്പോൾ ഈ പ്രിയൻ
പിന്നീട് നമ്മൾ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴും ആ സമയത്തൊന്നും അവിടെ ആലുവയുടെ അടുത്ത് ഉള്ളതായിട്ടുള്ള ഒരു വിവരം കിട്ടിയിരുന്നില്ല. 2002 വളരെ ചെറിയ രീതിയിലാണെങ്കിലും മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു. ഈ പ്രിയന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏതായാലും അതിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് ഒന്നും തെളിഞ്ഞില്ല, ഒരു കാര്യവും തെളിഞ്ഞിട്ടില്ല. പ്രിയൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അയാൾ വേറെ സ്ഥലത്താണ്, വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അയാൾ വേറെ സ്ഥലത്താണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അവരുമൊക്കെ ഒരാൾ പറയുന്നത് കേട്ടു, അദ്ദേഹം രാവിലെ കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കപ്പ് പാല് കുടിച്ചുവെന്നും അത് കൊടുത്തിരുന്ന ആൾ ആ പാലിനകത്ത് വിഷം ചേർത്തിരുന്നു എന്നുമൊക്കെയാണ്. പക്ഷെ ആ വിഷം കഴിച്ചതിൻ്റെ യാതൊരു അവസ്ഥയും ശരീരത്തിനകത്ത് കണ്ടില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വിസറ എടുത്തു വെച്ച് പരിശോധിക്കുമല്ലോ, അങ്ങനെ ആ വിസറ പരിശോധിച്ചപ്പോഴും ഒന്നും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വിഷാംശം കണ്ടിരുന്നില്ല. പിന്നീട് പറഞ്ഞു അത് പാലിനകത്ത് ഇൻസുലിനാണ് കൊടുത്തത്. അപ്പോൾ ഇൻസുലിൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ തളർച്ച ഉണ്ടാവും, ആ തളർച്ചയിലാണ് അദ്ദേഹം മുങ്ങി മരിച്ചത് എന്ന്. പക്ഷേ ഇൻസുലിൻ എന്ന് പറയുന്നത് ഓറലായിട്ട് കഴിച്ചാൽ ശരീരത്തിന് യാതൊരു ഗുണവും ഒരു ഇഫക്റ്റും ഉണ്ടാവില്ല. അതായത് ഇൻസുലിൻ എന്ന് പറയുന്നത് നേരിട്ട് ബ്ലഡിലേക്ക് പോകേണ്ട കാര്യമാണ്. അപ്പോൾ കുത്തിവെച്ചാൽ മാത്രമേ എന്തെങ്കിലും ശരീരത്തിന് ക്ഷീണമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അത് കുടിച്ച് വായിലൂടെ അകത്ത് പോയി സ്റ്റൊമക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ദഹിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒരു കുഴപ്പവും ചെയ്യില്ല. ശാശ്വതികാനന്ദ സ്വാമി വളരെ വലിയ നീന്തൽ വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന് നന്നായിട്ട് നീന്തൽ അറിയായിരുന്നു. ചെറുപ്പകാലം തൊട്ട് ഭയങ്കര നന്നായിട്ട് നീന്തുമായിരുന്നു. യോഗ വിദഗ്ധനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആർക്കും അദ്ദേഹത്തെ മുക്കിക്കൊല്ലാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു ഒരു മുങ്ങിത്താന്ന് കിടക്കാൻ കഴിവുള്ള ഒരു ഗുണ്ടയുണ്ട്. ആ ഗുണ്ടയുടെ പേരും പറഞ്ഞു, എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല. വെള്ളത്തിനടിയിൽ 10 മിനിറ്റ് വരെ അയാൾക്ക് ശ്വാസം പിടിച്ച് നിൽക്കാൻ കഴിയും. അപ്പോൾ അയാൾ വെള്ളത്തിനകത്ത് ഇറങ്ങി ശാശ്വതികാനന്ദയുടെ കാലിൽ പിടിച്ച് വലിച്ച് താഴെ ഇട്ട് അങ്ങനെ കൊന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗുണ്ട ആയിട്ടുള്ള ആളെയും നമ്മൾ വിളിപ്പിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ പറ്റില്ല എന്നുള്ളത്. കാരണം അയാളൊരു വളരെ ചെറിയ ഗുണ്ടയാണെങ്കിൽ പോലും സൈസ് വളരെ ചെറുതാണ്. ശാശ്വതികാനന്ദ സ്വാമി വളരെ ഹെഫ്റ്റി, വളരെ നല്ല വലിപ്പമുള്ള ആളാണ്, നല്ല ഭാരം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിപ്പമുള്ള ഒരു വ്യക്തിയെ വലിച്ച് താഴെ നിരന്തരമായിട്ട് വെള്ളത്തിൽ മുക്കി മരിക്കുന്നവരെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവോ ശക്തിയോ ഉള്ള ഒരാളായിരുന്നില്ല ഈ ആൾ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതും ശരിയാണെന്ന് തെളിയിക്കാനുള്ള കുറേ അഭ്യൂഹങ്ങൾ, പക്ഷെ അതൊന്നിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു തെളിവില്ല. അപ്പം അങ്ങനെ പല ആൾക്കാരെയും ചോദ്യം ചെയ്തു, പല വ്യക്തികളെയും ചോദ്യം ചെയ്തു, പല രീതിയിലും നമ്മൾ കാര്യങ്ങളിൽ ഇടപെട്ടു. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടിയില്ല. അവസാനം ഞാനത് സജസ്റ്റ് ചെയ്തു, ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം 2009 ആയപ്പോഴേക്കും 7 വർഷം കഴിഞ്ഞിരുന്നു. 7 വർഷമായിട്ട് നമ്മളൊരു കേസ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് മുകളിൽ നിന്ന് DGPയും മറ്റും പറഞ്ഞു അത് വേണ്ട, അതങ്ങനെ ഇരിക്കട്ടെ, കാരണം ഇപ്പോൾ തന്നെ നമ്മൾ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞങ്ങനെ എന്നെ തടയുകയായിരുന്നു ചെയ്തിരുന്നത്. ശാശ്വതികാനന്ദ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് കുറച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ശിവഗിരിയിൽ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടായത് 1995 അന്ന് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ട്രസ്റ്റിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച സ്വാമി പ്രകാശാനന്ദയുടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാനലും ഒരു വശത്തും ശാശ്വതികാനന്ദയും അദ്ദേഹത്തിൻ്റെ പാനലും ഒരു വശത്തുമൊക്കെ ആയിട്ട് നിന്ന് ഒരു ഫൈറ്റിന് ശേഷം പ്രകാശാനന്ദയുടെ ആൾക്കാർ ജയിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആൾക്കാർക്ക് സമയത്ത് വന്ന് എത്തിപ്പറ്റാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് അത് ക്യാൻസൽ ചെയ്ത് വീണ്ടും ഒരു ഇലക്ഷൻ നടത്തി. ശാശ്വതികാനന്ദയുടെ ടീം ജയിച്ചു വരികയും അത് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി അത് നേരത്തെ ഉള്ള ഇലക്ഷനാണ് ശരി, രണ്ടാമത്തെ ഇലക്ഷൻ ശരിയല്ല എന്നൊരു ഉത്തരവ് വരികയും അതിൻ്റെ ബേസിസിൽ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ് 95 പോലീസ് ആക്ഷൻ. അവിടെ പിന്നെ വെടിവെപ്പും ഒക്കെ ഉണ്ടായതുമൊക്കെയാണ്. അതിനുശേഷമാണ് ഒരു ബന്ദ് കേരളമാസകലം ഉണ്ടായത്. അപ്പോൾ ഞാൻ ആലപ്പുഴ SP ആയിരുന്നു, പത്തനംതിട്ട കളക്ടറായിരുന്ന വത്സലകുമാരിയുടെ കാറ് കത്തിച്ചതിനെക്കുറിച്ചും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും എല്ലാമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന സംഭവമായതുകൊണ്ട് ഇതേക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊലപാതകം എന്നും അതിനകത്ത് അസ്വാഭാവികത ഉണ്ട് എന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ എല്ലാവരെയും വിളിച്ച് നമ്മൾ അന്ന് ചോദ്യം ചെയ്തെങ്കിലും അതിനേക്കാളും വലിയൊരു കാര്യം ചെയ്തത് പത്രത്തിലൂടെ ഒന്ന് അഡ്വർടൈസ് ചെയ്തു, ഒരു പരസ്യം പോലെ ഇട്ടു. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണത്തെക്കുറിച്ച് ദുരൂഹത ആരോപിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടൂ എന്ന് പറഞ്ഞ നമ്പറും ഒക്കെ കൊടുത്തിരുന്നു അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പത്രത്തിലൂടെ. ആരും വന്ന് പറഞ്ഞില്ല ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം, എന്തെങ്കിലും തെളിവുണ്ട് എന്നുള്ള കാര്യം. 2012 ആയപ്പോൾ ഞാൻ ക്രൈംബ്രാഞ്ചിൽ നിന്ന് മാറിയതിന് ശേഷം പിന്നീട് വന്ന ഓഫീസേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ഈ കേസ് കോടതിയിൽ ഫൈനലായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇത്
അപകട മരണമാണ്, ഇതിനകത്ത് ദുരൂഹതയൊന്നുമില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കോടതി അത് അംഗീകരിക്കുകയും കേസ് തള്ളുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു 2 വർഷം 3 വർഷം ശാശ്വതീകരണത്തിൻ്റെ കേസിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. 2015 പിന്നെ വീണ്ടും ഇത് പൊങ്ങി വരുന്നത്. അന്ന് കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള മറ്റൊരു പ്രമുഖ വ്യവസായി TV ചാനലിലും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ വന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് നേരിട്ട് അറിയാം, പ്രിസണിലുള്ള ജയിലിലുള്ള 2 വാർഡന്മാർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രിയൻ എന്ന് പറയുന്ന ആളും വേറെ 2-3 പേരും ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച വ്യക്തികൾ ഇന്ന ആൾക്കാരാണ് എന്നും ഒക്കെ പറഞ്ഞ ഒരു വലിയ വിവാദമുണ്ടായി. അന്ന് വീണ്ടും ഈ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വളരെ വലിയ സമ്മർദ്ദങ്ങൾക്കും പത്രമാധ്യമക്കാരുടെ വാർത്താ പ്രാധാന്യം കണക്കാക്കിയും ഒക്കെ വീണ്ടും ഈ കേസ് തുറന്ന് പരിശോധിക്കാൻ സർക്കാർ ഉത്തരവ് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് വീണ്ടും ശാശ്വതീകരണയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഫയൽ വീണ്ടും തുറന്ന് ഈ ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത് പ്രിസണിലുള്ള ഓഫീസേഴ്സിനെയും പിന്നെ വീണ്ടും ഈ ആൾക്കാരെയും എല്ലാം വിളിച്ച് ചോദ്യം ചെയ്തിട്ടും കാര്യമായ തെളിവുകൾ കിട്ടിയില്ല എന്നാണ് എൻ്റെ അറിവ്. ഇത് ഒരു 2 വർഷത്തോളം ഇങ്ങനെ നീണ്ടു കിടന്നു. പിന്നീട് ഞാൻ ജയിൽ വകുപ്പ് മേധാവിയായി പോകുമ്പോൾ ഇതിൻ്റെ ആൾക്കാരെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഞാൻ ചോദിച്ചു, എന്താ ഇതിൻ്റെ കഥ എന്ന് ചോദിച്ചപ്പോൾ വളരെ അവ്യക്തമായ വിവരങ്ങളാണ് എനിക്ക് കിട്ടിയത്. അതായത് കൃത്യമായിട്ടുള്ള ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടു, ഇങ്ങനെയാൾ മറ്റൊരാൾ ഇങ്ങനെ പറയുന്നത് കേട്ടു, അത് പ്രിയൻ ഒരു വ്യക്തിയോട് പറഞ്ഞു എന്ന് വേറൊരു വ്യക്തി പറഞ്ഞു. അങ്ങനെ വളരെ വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കുറേ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ റൂമേഴ്സിൻ്റെ ബേസിസിലാണ് ഇങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. വ്യക്തമായി പറഞ്ഞില്ല എന്നും ഞങ്ങളുടെ അഭ്യൂഹങ്ങളും ഞങ്ങൾക്ക് തോന്നിയ ചിന്തകളും പറഞ്ഞു എന്നും ഒക്കെ പറഞ്ഞാണ് അവരും ഇതുപോലെ ഒഴിഞ്ഞു മാറിയത്. അപ്പോൾ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഒരു കൊലപാതകമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇതൊരു അപകടം വരുത്തിയതാണെങ്കിൽ സ്വാമിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് അതൊരു കൊലപാതകം അല്ലെങ്കിൽ ഒരു അസ്വാഭാവിക മരണം ഒരു അപകട മരണം ആക്കാൻ വേണ്ടി ഒരു പ്രയത്നം എടുത്ത് ചെയ്യിച്ചതാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും പോലീസ് അന്വേഷിച്ച സ്ഥിതിക്ക് അത് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തെളിവുകൾ പുറത്ത് വന്നേനെ എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് 33.5 വർഷം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിട്ടും കുറേ കേസുകൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം എനിക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് കേസുകൾ എനിക്ക് വട്ടമിട്ട് വെക്കേണ്ടി വന്നു, അൺഡിറ്റക്റ്റഡ് ആയിട്ടും അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റാത്ത കേസിൻ്റെ പട്ടികയിലും പെടുത്തി വെച്ചിരുന്നു. പക്ഷേ ഒരു ഉറപ്പുണ്ടായിരുന്നു, ഇത് കൊലപാതകമാണ് അല്ലെങ്കിൽ ഇത് കൊലപാതകമല്ല, ഇത് അപകട മരണമാണ്, ഇത് സൂയിസൈഡാണ് അല്ലെങ്കിൽ ഇത് അസ്വാഭാവിക മരണമാണ്, ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട് എന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് ഉറക്കെ തോന്നുന്ന കുറേ കാര്യങ്ങൾ കേസ് ഫയലിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും കിട്ടുമായിരുന്നു. പക്ഷേ സ്വാമിയുടെ കേസ് ഞാൻ എടുത്തു വെച്ച് വളരെ കൃത്യമായി കുറേ നാൾ നോക്കിയെങ്കിലും അപകട മരണമായിട്ട് എഴുതി എനിക്ക് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതൊരു പ്രത്യേക കാരണം കൊണ്ടായിരുന്നു. എന്നാലും ഇത് കൊലപാതകമാണെന്നോ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നോ ഉള്ളതിനൊരു തെളിവും കിട്ടിയിരുന്നില്ല. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ട് തോന്നിക്കൊണ്ടിരുന്നത് ഇത് ഏതോ തരത്തിൽ അദ്ദേഹത്തിന് തെന്നിപ്പോയപ്പോൾ നല്ലപോലെ നീന്തൽ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് തെന്നി വീണ മരണം സംഭവിക്കാം, തലയിടിക്കാം, തലയിടിച്ച പരിക്കേക്കാം, ആ ഇടിയുടെ ആഘാതത്തിൽ ബോധം നഷ്ടപ്പെടാം, നീന്താനായിട്ട് പ്രയാസമുണ്ടാകാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് 4-5 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മുടെ ഭാരതം തന്നെ കണ്ട ഏറ്റവും പ്രമുഖയായിട്ടുള്ള നടി ശ്രീദേവി വെറും ടബിൽ വീണ് മരിച്ചത്. കുട്ടിക്കാലം മുതൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടിയായിരുന്നു ശ്രീദേവിയുടെ മരണം എല്ലാവരെക്കാളും ഷോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. എല്ലാവരെയും പോലെ വളരെ ഞെട്ടിപ്പോയ ഒരു കാര്യമായിരുന്നു അത്. അതിനകത്തും ഇങ്ങനെ ഒരുപാട് ദുരൂഹത ആരോപിച്ചിരുന്നു, ശ്രീദേവിയെ ഭർത്താവ് കൊന്നതായിരിക്കാമെന്നും ശ്രീദേവി ഇങ്ങനെ ടബിലാരും മരിക്കുമെന്നും ഒക്കെ. അതൊരു കൊലപാതകമാണ് എന്ന് യാതൊരു തെളിവും കിട്ടാത്ത സാഹചര്യത്തിൽ അതൊരു അപകട മരണം തന്നെയാണ് എന്നുള്ള നിലയിലേക്ക് പോലീസ് എത്തുകയും മക്കളും ആരും പരാതിയില്ലായിരുന്നു. അവിടെ ബോണി കപൂർ എന്ന് പറയുന്ന ശ്രീദേവിയുടെ ഭർത്താവ് അതിൻ്റെ ഹോട്ടലിൻ്റെ പരിസരത്തൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നേ ഇല്ല. അദ്ദേഹം ദൂരെ എവിടെയോ ആയിട്ട് പിന്നെ വന്ന് മുറിയിൽ കയറുമ്പോഴാണ് ശ്രീദേവി കാണാത്ത ബാത്റൂമിൽ നോക്കുമ്പോൾ ടബിൽ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അനുസരിച്ച് മരണത്തിൻ്റെ സമയവും അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ള സമയമൊക്കെ വെച്ചിട്ടാണ് അത് അപകട മരണമായിരുന്നു എന്നുള്ള രീതിയിലേക്ക് പോലീസ് എത്തിയത്. അന്നും എന്ത് മരണം ഉണ്ടായാലും ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവാദങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ സ്വാമി ശാശ്വതീകാനന്ദയ്ക്ക് നല്ലപോലെ നീന്തൽ അറിയാമായിരുന്നിട്ടും പക്ഷേ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി അത് രാവിലെ എണീറ്റ ശേഷം
സ്നാനത്തിനായി വെള്ളത്തിലിറങ്ങിയപ്പോൾ അവിടെ ജൂലൈ ആണ്, മഴക്കാലമാണ്. തീർച്ചയായിട്ടും പായൽ പിടിച്ച് കിടക്കുന്ന കൽപ്പടവുകളായിരിക്കും ഉണ്ടായിരുന്നിരിക്കുക. അപ്പോൾ ഏതെങ്കിലും അവസാനത്തെ കൽപ്പടവുകളിൽ തെന്നിപ്പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തല പുറകിലേക്ക് ഇടിക്കുകയും അത് ഒരു വശത്തെ ഒരു മൂലയിൽ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗാഠമായ വളരെ ഡീപ്പായിട്ടുള്ള ഒരു മുറിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒഴുക്കുള്ള സ്ഥലമാണ്. അവിടെ ആലുവ പുഴയുടെ വശത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തുമാത്രം ശക്തിയോടു കൂടിയാണ് ചില സമയം ആലുവ പുഴ ഒഴുകുന്നത്. അപ്പോൾ ആ ഒഴുക്കിൽ അദ്ദേഹം താന്നു പോയി മുങ്ങി മരിച്ചതാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്നും ഇന്നും തോന്നിക്കൊണ്ടിരുന്നത് ശാശ്വതികാനന്ദയുടെ മരണം ഒരു അപകട മരണം തന്നെ ആയിരുന്നു എന്നാണ്. പക്ഷേ ഇനിയും വിവാദങ്ങൾ ഉയർന്നു വരാം. കാരണം അതിന് ശേഷവും CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ് വലിയ മുറവിളി കൂട്ടുന്നുണ്ട്. ഒരുപാട് പേർക്ക് അതിനെതിരെ ഒരു അപവാദമൊക്കെ കേൾക്കേണ്ടി വന്നു. പല പല പ്രശ്നങ്ങൾ ഉയർന്നു കേട്ടു. ഇതിനെല്ലാത്തിനും പുറകിൽ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ മറ്റു പല തരത്തിലുള്ള ഒരു അജണ്ട ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ക്രൈംബ്രാഞ്ച് IG ആയിരിക്കെ ഞാൻ തുറന്നു നോക്കിയ ഒരു കേസ് ഫയൽ ആയതുകൊണ്ടും കേരളത്തിൽ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ആയതുകൊണ്ടുമാണ് എൻ്റെ ഈ കാഴ്ചപ്പാടും എൻ്റെ അനുഭവവും ഈ എപ്പിസോഡിലൂടെ ഞാൻ പങ്കുവച്ചത്. സസ്നേഹം, ശ്രീലേഖ.